1 Corinthians chapter 15. 1 Corinthians chapter 15. 14 മുതലുള്ള വാക്യങ്ങൾ. സ്തോത്രം. നമുക്കറിയാം ഇന്ന് ഈസ്റ്റർ സൺഡേ ആണ്. ലോകമെല്ലാം ഇന്ന് റിസറക്ഷൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. നമ്മളൊക്കെ ഒരു കാലത്ത് അതൊക്കെ വളരെ ആഘോഷപൂർവ്വം സെലിബ്രേറ്റ് ചെയ്യുന്ന ആളുകളായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് എല്ലാ ദിവസവും ഈസ്റ്റർ സൺഡേ പോലെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു അവസ്ഥയിലാണ് ആയിരിക്കുന്നതെങ്കിലും ഇതിൻ്റെ ചില അർത്ഥങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കണം, ക്രിസ്തീയ വിശ്വാസത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ് റിസറക്ഷൻ. ക്രിസ്തുമസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളെങ്കിൽ ക്രിസ്തീയ സഭ ലോകത്തിൽ കാണുകയില്ലായിരുന്നു. എന്നാൽ ക്രിസ്തീയ സഭ ലോകത്തിലുണ്ടായതിൻ്റെ കാരണം ക്രിസ്തുമസ് ഉണ്ടായത് മാത്രമല്ല, ഈസ്റ്ററും കൂടെ ഉണ്ടായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സത്യം ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും അന്ന് ജീവിച്ചിരുന്ന ആളുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്ത് ചെയ്തത്? അവരെ ത്യാഗം സഹിച്ചും കഷ്ടം സഹിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സഭകൾ സ്ഥാപിക്കപ്പെട്ടപ്പോൾ എന്ത് ചെയ്തു? അവിടെ എല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാൻ തക്കൊണ്ട് ഇവിടെയായത്. ഹല്ലേലൂയ. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം. റിസറക്ഷൻ എന്നതാണ് വളരെ കോർണർ സ്റ്റോൺ ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം. നമ്മൾ ഈ റിസറക്ഷനെ പറ്റി പഠിച്ചു വരുമ്പോൾ എല്ലാ ഗോസ്പെൽസിലും 4 ഗോസ്പെൽസിലും സുവിശേഷങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള സ്റ്റോറികൾ എഴുതിയിട്ടുണ്ട്. ചിലതിലൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയും. ചില വേർഡിങ്സിലുള്ള വ്യത്യാസങ്ങൾ, ടൈമിങ്ങിലുള്ള വ്യത്യാസങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിൽ വളരെ പരമപ്രധാനമായിട്ടുള്ള ഒരു വിശ്വാസമാണ് റിസറക്ഷൻ അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. നമുക്കറിയാം, ലോകത്തിൽ ഇന്ന് ആളുകൾ ഈസ്റ്റർ എഗ്ഗ് കഴിക്കുന്നുണ്ട്, വയ്ക്കുന്നുണ്ട്. അതുപോലെ ഈസ്റ്റർ ബണിയെ നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? അതൊക്കെ എവിടെ നിന്ന് വന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷേ അതിൻ്റെ എല്ലാം പിന്നിലുള്ള ഒരു മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ന്യൂ ലൈഫ് എന്നുള്ളതാണ്. സ്തോത്രം. അപ്പോൾ ക്രിസ്ത്യൻ ഹിസ്റ്ററിയിൽ ഈസ്റ്റർ സിംബിളൈസ് ചെയ്യുന്നത് എന്താണ്? ഹോപ്പ്, റിന്യൂവൽ ആൻഡ് റിഡംഷൻ. ഈ 3 കാര്യങ്ങളുണ്ട്: ഹോപ്പ്, റിന്യൂവൽ ആൻഡ് റിഡംഷൻ. അപ്പോൾ ഈസ്റ്റർ എങ്ങനെ അത് കാണിക്കുന്നു? ഈസ്റ്റർ ബണിയെ അവർ കാണിക്കുന്നു. ഹല്ലേലൂയ. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ന്യൂ ലൈഫിലേക്കുള്ള ഒരു പ്രയാണം. സ്തോത്രം. എന്നാൽ അതൊന്നും ക്രിസ്തീയമായിട്ടുള്ള അടിസ്ഥാനങ്ങളോ ദൈവത്തിൻ്റെ വചനത്തിലുള്ള അടിസ്ഥാനങ്ങളോ അതിനകത്തില്ല. എവിടെ നിന്നോ വന്ന സ്റ്റോറികളാണെന്നൊക്കെ. എന്നാൽ ഏറ്റവും പ്രധാനമായൊരു സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, ഞങ്ങൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെന്നുള്ള സാക്ഷ്യം ശിഷ്യന്മാരും അപ്പോസ്തലന്മാരും കൊടുക്കുന്നതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. സ്തോത്രം. ഇനി നമുക്ക് നേരെ ഈ നമ്മൾ വായിച്ച അധ്യായത്തിലോട്ട് വരാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ ഇത് റിസറക്ഷൻ ചാപ്റ്റർ എന്നാണ് അറിയപ്പെടുന്നത്. റിസറക്ഷൻ ചാപ്റ്റർ. ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് ഇതിനെപ്പറ്റിയുള്ള ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ആ ആക്കളൊക്കെ നമ്മൾ വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലൻ എഴുതുവാനുള്ള കാരണം, ചില ആളുകളന്ന് കൊരിന്ത്യ സഭയിലൊക്കെ ചെന്നിട്ട് വേറെ ഉപദേശങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയാമോ? യേശു ക്രിസ്തു റിസറക്റ്റ് ചെയ്തിട്ടില്ല, മറ്റെന്തോ സംഭവിച്ചതാണ്. അപ്പോൾ ഈ ഉപദേശത്തെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കുകയാണ്, കർത്താവ് എന്ത് ചെയ്തു? തിരുവെഴുത്തുകളിൽ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ പറയുന്നതിൻ്റെ അർത്ഥം എന്താ അറിയാമോ? ഇത് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, മരണമെന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറി അല്ല. ഇതെന്ത് ചെയ്യുന്നു? വർഷങ്ങൾക്ക് മുമ്പേ, 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തിൻ്റെ വചനത്തിൽ, തിരുവഴുത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സത്യങ്ങളുടെ സാക്ഷാത്കാരമാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം. വെറുതെ സംഭവിച്ചൊരു കഥയല്ല, മറ്റുള്ളവർ പറഞ്ഞ് പഠിപ്പിച്ചൊരു കഥയല്ല, പ്രചരിപ്പിച്ചൊരു ഐതിഹ്യമല്ല. പിന്നെ എന്താണ്? ഇത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിച്ചതാണ്. സ്തോത്രം. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ അപ്പോളജിസ്റ്റിനെ പോലെ ഒരു ഉപദേശത്തെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനായിട്ട് നിന്നുകൊണ്ട്
പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഹല്ലേലൂയ, ഇത് കെട്ടുകഥയല്ല, ഇത് സംഭവിക്കാത്ത കാര്യമല്ല, ഇത് സംഭവിച്ച കാര്യമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? വിശ്വാസികളെ, നിങ്ങൾ ഇതിനകത്ത് എന്ത് ചെയ്യണം? പ്രാധാന്യം കൊടുക്കണം. സ്തോത്രം. എന്നിട്ട് തന്നെ പറയുന്നത് എന്താണ്? അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ കാണുന്നത്, അനന്തരം അവൻ 500-ലധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. ഇതെവിടെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയത്തേ ഇല്ല. ദൈവത്തിന് വന്നിട്ട് എവിടെയാണ് ഈ 500 പേര് ഒരുമിച്ച് കൂടി ഇരുന്നിടത്ത് യേശു പ്രത്യക്ഷമായെന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. പക്ഷേ ഇത് ഗലീലയിലും കണ്ട് സംഭവിച്ചൊരു സംഭവമാണിത്. 500 പേര് ഒരുമിച്ച് കൂടിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ മധ്യത്തിൽ യേശു ഇറങ്ങി വന്ന് പ്രത്യക്ഷപ്പെട്ടു. പിന്നെ പറയുകയാണ്, അവരിൽ മിക്ക പേരും ഇന്ന് വരെ ജീവനോടെ ഇരിക്കുന്നു. അനന്തരം പിന്നെ എന്ത് ചെയ്ത? യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും പ്രത്യക്ഷനായി. എന്നിട്ട് പറയുകയാണ്, എനിക്കും അകാല പ്രജയെന്ന പോലെ പൗലോസാകുന്ന എനിക്കും പ്രത്യക്ഷനായി. അത്ര മനോഹരമായിട്ടാണ് ഈ സ്റ്റോറി, അല്ലെങ്കിൽ ഈ റിസറക്ഷൻ്റെ സത്യം പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയോട് പറഞ്ഞു കൊടുക്കുന്നത്. ഹല്ലേലൂയ. എനിക്കും യേശു പ്രത്യക്ഷനായി. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെയുള്ള അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷനായി. അതുമാത്രമല്ല, 500-ലധികം ആളുകൾ ഒരുമിച്ച് കൂടെ ഇരുന്നപ്പോൾ അവർക്കും പ്രത്യക്ഷനായി. അവരിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? ദേ ആർ സ്റ്റിൽ അലൈവ്. പറഞ്ഞതെന്നറിയാമോ? ദിസ് നോട്ട് എ മിയർ സ്റ്റോറി. ഇതൊരു ഫാലസി അല്ല. ദിസ് എ റിയാലിറ്റി. ദിസ് ഈസ് സംതിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ. ഇത് ട്രൂത്ത് ആണെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. സ്തോത്രം. പിന്നീട് നോക്കിയാണ് അതിൻ്റെ താഴോട്ട് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 12-ാമത്തെ വാക്യം, ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങൾ ചിലർ പറയുന്നത് എങ്ങനെ? അപ്പോൾ ആരോ പറഞ്ഞു നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? പിന്നെ ഇത് കഴിഞ്ഞ് ഒന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ അവരെ കൺഫ്രണ്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, ഹൗ ക്യാൻ യു സേ ദാറ്റ്? വി ഹാവ് എൻ എവിഡൻസ് ഹിയർ. ജീസസ് ആസ് ദ ഫസ്റ്റ് ബോൺ, അവൻ എന്ത് ചെയ്തു? ഹി ഹാസ് ബീൻ റിസറക്റ്റഡ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കണ്ണിന് മുമ്പിൽ സംഭവിച്ചിരിക്കുമ്പോൾ ഹൗ ക്യാൻ യു സേ ദാറ്റ് ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ? അതാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ പറയുന്നത് എങ്ങനെ? 13-ാമത്തെ വാക്യം, 13 മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തു പറഞ്ഞ കാര്യം എന്നറിയാമോ? ഇവിടെ കൊണ്ടുവരുന്ന വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്കും എന്തുണ്ട്? ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടെന്നാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ. അപ്പം നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ വിശ്വാസം, രക്ഷയുടെ സുവിശേഷം സ്വീകരിച്ച് ദൈവസന്നിധി കടന്നു വന്നിരിക്കുമ്പോൾ നമുക്കുള്ളൊരു വലിയ പ്രത്യാശ എന്താണ്? എന്താ പ്രത്യാശ? നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിച്ച് ജോലിയൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ട് കുറെ ആഹാരമൊക്കെ കഴിച്ച് ഹല്ലേലൂയ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ നേടി അങ്ങ് പോകുകയല്ല ചെയ്യുന്നത്. നമുക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവനിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എന്ത് വേണം? ഈ പുനരുത്ഥാനം പ്രാപിച്ച യേശുവിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവർ എന്ത് ചെയ്യുന്നു? റൂബി പറഞ്ഞതുപോലെ അവർ പിന്നെയും എന്ത് ചെയ്തു? ജീവിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, the life that we have in this world for a few years, this is to prepare ourselves for the next life. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, എന്ത് കാര്യം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ഒരു ഇറ്റേണൽ പെർസ്പെക്റ്റീവിൽ വേണം ദൈവത്തിന് കുഞ്ഞുങ്ങൾ ജീവിക്കാനുള്ളത്. നിത്യതയെക്കുറിച്ചുള്ള ഓർമ്മയിൽ വേണം എന്ത് ചെയ്യേണ്ടത്? നമ്മളെല്ലാം ചെയ്യുന്നത്. അത് നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും എന്ത് ചെയ്യുന്നു? നാം ഈ ലോകത്ത് ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഒരു ദിവസം എന്ത് ചെയ്യുന്നു? നമ്മളെല്ലാവരും റിസറക്റ്റ് ചെയ്യപ്പെടുന്ന ദിവസം എന്ത് ചെയ്യുന്നു? അതിൻ്റെ റിസൾട്ട് നമ്മൾ കാണും. അപ്പോൾ ദൈവജനങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ റിസറക്ഷനെ പറ്റി പഠിച്ചു വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആദ്യത്തെ ഉപദേശം എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്താണ്? ഓരോ ദൈവ കുഞ്ഞുങ്ങളും ഇറ്റേണലായിട്ടുള്ള ആ കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങളെ കാണണം. കാരണം ലോകത്തിലെ നമ്മുടെ ജീവിതം താൽക്കാലികം. എന്നാൽ ഈ ലോക ജീവിതത്തിന് ശേഷം എന്ത് ചെയ്യുന്നു? നമുക്കൊരു ജീവിതം വരുന്നുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം
3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മനോഹരമായിട്ടുള്ള സുവർണ വാക്യം, തൻ്റെ പുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ! എത്ര മനോഹരമായ വാക്യമാണെന്നറിയാമോ? വിശ്വസിക്കുന്ന ഏവനും. പൗലോസ് അപ്പോസ്തലൻ വിശദീകരിച്ച് പറയുന്നുണ്ട്, അതിനകത്ത് യഹൂദനെന്നും യവനെന്നും വ്യത്യാസമില്ല, ക്രിസ്ത്യാനിയെന്നോ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ വ്യത്യാസമില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും ആരായിത്തീരുന്നു? ദൈവ മക്കളായിത്തീരുവാനുള്ള ഭാഗ്യം അവർക്ക് കൊടുക്കുകയാണ്. എത്ര പേര് രക്ഷിക്കപ്പെട്ട് ഈ ഒരു സന്തോഷത്തിൽ ജീവിക്കുന്നുണ്ട്? നിങ്ങൾ ഹല്ലേലൂയ. നമ്മൾ റിസറക്ഷൻ എന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, സ്തോത്രം. ഇത് നമ്മൾ അറിയണം. ഇത് നമ്മുടെ ജീവിതത്തെ റിന്യൂവൽ. അതുകൊണ്ട് നമ്മൾ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? പിന്നെ നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. രാവിലെ ഹല്ലേലൂയ നമ്മുടെ സങ്കീർത്തനത്തിൽ കൂടിയാണ് നമ്മൾ കേട്ടല്ലോ, നമ്മൾ ജീവൻ്റെ പുതുക്കത്തിൽ നടക്കണം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റപ്പോൾ എന്ത് ചെയ്തു? അവനവിടെ ലഭിച്ചത് എന്താണ്? ഒരു പെർഫെക്റ്റ് ബോഡിയാണ്. നമുക്കറിയാം, ലാസർ ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടല്ലേ, ലാസറിന് ശേഷവും മരിച്ചു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ഇല്ലേ? അപ്പോൾ എന്ത് ചെയ്യുന്നു? അവനൊരു പുതിയ ബോഡി ലഭിച്ചില്ലേ? ലഭിച്ചോ? ഒരു രൂപാന്തരപ്പെട്ട ശരീരം ഉണ്ടായില്ലേ? അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നോക്കിയാൽ 15-ാം അധ്യായത്തിൽ 53-ാമത്തെ വാക്യം നോക്കിയാട്ട്, 1 കൊരിന്ത്യർ ലേഖനം ചാപ്റ്റർ 15 വേഴ്സ് 53. ഹല്ലേലൂയ! നമ്മുടെ ഈ ബോഡി എല്ലാം എന്താണ്? ഇത് ദ്രവിച്ചു പോകുന്നതാണ്, ഇത് ദ്രവിക്കുന്നതാണ്, ഇത് വേദനയുള്ളതാണ്, ഇത് രോഗം നിറഞ്ഞതാണ്. എന്നാൽ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ ഹല്ലേലൂയ ലഭിക്കുന്ന ബോഡി എങ്ങനെയുള്ള ബോഡിയാണ്? അതിന് ഏജിങ് ഇല്ല, അതിനകത്ത് ഡെത്ത് ഇല്ല, അതിന് ഡീക്കേ ഇല്ല. ഒരു പെർഫെക്റ്റ് ബോഡി അവിടെ ലഭിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു 4-5 കാര്യങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഒന്നെന്താണെന്നറിയാമോ? യേശുക്രിസ്തുവിൻ്റെ പാദത്തിൽ ശിഷ്യന്മാർ വന്ന് തൊട്ടു. മത്തായി സുവിശേഷം 28 നമ്മൾ കാണുന്നുണ്ട് ഇല്ലേ? ശിഷ്യന്മാര് ഉയർത്തെഴുന്നേറ്റ യേശുവിനോടൊപ്പം എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. അല്ല, നമ്മളൊക്കെ മരിച്ചു റിസറക്റ്റ് ചെയ്യപ്പെട്ട് കഴിയുമ്പോൾ നമ്മളെല്ലാം ആവിയായിട്ട് അങ്ങ് ശൂന്യതയിലൊക്കെ പോകുമെന്നും അല്ല കേട്ടോ. യേശു എന്ത് ചെയ്തു? ശിഷ്യന്മാരോടൊപ്പം ആഹാരം കഴിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? യേശുക്രിസ്തു തൻ്റെ കരം കൊണ്ട് അപ്പം എടുത്തു നുറുക്കി. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? തോമസ് ശിഷ്യൻ എന്ത് ചെയ്തു? സംശയിച്ചു കഴിഞ്ഞപ്പോൾ യേശു വന്നിട്ട് എന്ത് പറഞ്ഞു? എൻ്റെ വിലാപ്പുറത്ത് നീ കൈയിട്ടോ. അപ്പോൾ യേശു പിന്നെ ബോഡി ഉണ്ടായിരുന്നു ഇല്ലേ? സ്തോത്രം. പിന്നീട് എന്താണ് നമ്മൾ മനസ്സിലാക്കി വരേണ്ടത്? യേശുക്രിസ്തുവിൻ്റെ റിസറക്റ്റഡ് ബോഡിയും ബോണും ഫ്ലഷും ഉള്ളതായിരുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കണം. ഒരു റിസറക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന എങ്ങനെയുള്ള ബോഡിയാണെന്ന് അറിയാമോ? എ റിന്യൂഡ് ബോഡി. അപ്പോൾ ഒന്നാമതായിട്ട് റിസറക്ഷൻ്റെ അല്ലെങ്കിൽ ഹല്ലേലൂയ ഈസ്റ്ററിൻ്റെ ഒന്നാമത്തെ സന്ദേശം എന്താണ്? യേശുക്രിസ്തുവിനൊരു രൂപാന്തര ശരീരം ലഭിച്ചതുപോലെ ഇന്ന് വേദനപ്പെടുകയും പ്രഷർ, ഷുഗർ, എന്തെല്ലാം കാര്യങ്ങൾ നിറഞ്ഞ നമ്മുടെ ബോഡിയാണില്ലേ? ഹല്ലേലൂയ. ഇതെല്ലാം മാറിയിട്ട് എന്ത് ലഭിക്കുന്നു? നമുക്ക് ഹല്ലേലൂയ ഒരു പുതിയ ശരീരം ലഭിക്കുവാനുണ്ട്. ആ ശരീരത്തിന് എന്തെങ്കിലും രോഗമില്ല, ആ ശരീരം ഏജ്ഡ് ആകുന്നില്ല, ആ ശരീരം ഡീക്കേ ചെയ്യപ്പെടുന്നില്ല. ഹല്ലേലൂയ. അത്ര മനോഹരമായിട്ടുള്ള ഒരു ശരീരം ദൈവം നമുക്ക് തരുമെന്നുള്ളൊരു ഹോപ്പ് നമുക്കവിടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഇന്ന് നമ്മൾ വേദനയിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, കർത്താവിൻ്റെ വരവ് സംഭവിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? നമ്മളൊരു പുതിയ ഒരു ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ കർത്താവിനോടൊപ്പം നമ്മൾ ജീവിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ നോക്കിക്കട്ടെ, സ്തോത്രം. അതിൻ്റെ 15-ാം അത് നോക്കിയേ. നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് വിശ്വാസികൾ കഷ്ടത അനുഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് വിശ്വാസികൾ പീഡയിൽ കൂടെ കടന്നു പോകുമ്പോൾ അവർ പതറിപ്പോകാത്തത്?
നമ്മൾ വായിക്കുന്ന ഒരു വാക്യമുണ്ട്, ഒരു നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് വേണ്ടി അവരെന്ത് ചെയ്തു? അവരാ കഷ്ടതയെല്ലാം സന്തോഷത്തോടു കൂടെ സ്വീകരിച്ചു. അതുകൊണ്ട് ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് യേശുവിൻ്റെ വരവിനെ കുറിച്ച്. എന്നാൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തുവാ പ്രസംഗിക്കാനുള്ളത്? ഒന്നുമില്ല. അപ്പോൾ ഈ സത്യസുവിശേഷം നമ്മൾ ജനത്തിന് കൊടുക്കുമ്പോൾ ഇതെന്താണ്? ഒരു വലിയ പ്രത്യാശയുടെ സന്ദേശമാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് നിത്യമായ അതിമനോഹരമായിട്ടുള്ള ഒരു ശരീരം പ്രാപിച്ചുകൊണ്ട് ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കുവാനുള്ള അവകാശമാണ് ദൈവം നിങ്ങൾക്ക് തരുന്നത്. അതാണ് സത്യസുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇന്നത്തെ ആ സുവിശേഷമൊക്കെ മാറ്റിയിട്ട് ഇന്ന് നമ്മൾ കേൾക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ലോകത്തെ നിങ്ങൾക്ക് എങ്ങനെ എസ്റ്റേറ്റ് വാങ്ങിക്കാം, നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാം, അതിനല്ല സുവിശേഷം. സുവിശേഷത്തിന്റെ അനുഗ്രഹത്താൽ നമുക്ക് വേണ്ട നന്മകളെല്ലാം ദൈവം തരും, ഇല്ലെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ സത്യസുവിശേഷം എന്തിനു വേണ്ടിയുള്ളതാണ്? ഹല്ലേലൂയ. അത് മനുഷ്യനെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന സന്ദേശം എന്താണെന്ന് അറിയാമോ? ഈ ലോകത്ത് നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ആ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? കർത്താവിനോടൊപ്പം ഉയർത്തെഴുന്നേറ്റ് നിത്യമായി. കാണുന്നത് താൽക്കാലികം, കാണാത്തത് നിത്യം. അതുകൊണ്ട് വിശ്വാസികൾ ഓർത്തോണം കേട്ടോ. നമ്മളെ കർത്താവ് ലോകത്തിലാക്കിയിരിക്കുമ്പോൾ നമ്മുടെ ജോലി, നമ്മുടെ പണവും ഇതെല്ലാം നമ്മുടെ ജീവിത സന്ധാരണത്തിന് വേണ്ടിയുള്ളതാണ്. പക്ഷെ ദൈവം നമുക്ക് ഒഴുക്കിയിരിക്കുന്ന ഏറ്റവും വലിയ ശ്രേഷ്ഠമേറിയ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ജോലിയും പണവുമല്ല, അത് നമുക്ക് അവനോടൊപ്പം നിത്യമായി ജീവിക്കുവാനുള്ള ആ ഭാഗ്യമാണ്. രൂപാന്തര ശരീരികളായിട്ട് പുതുക്കപ്പെട്ട അനുഭവത്തോടുകൂടെ കർത്താവിനോടൊപ്പം ജീവിക്കേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ആ ഒരു ഹോപ്പിൽ വേണം ജീവിക്കുവാനുള്ളത്. അത് സംഭവിക്കുന്നില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം കൊണ്ട് ഒരു വിശേഷമില്ല. പൗലോസ് പറയുകയാണ്, യേശു ഉയർത്തെഴുന്നേറ്റില്ലെങ്കിൽ ഞങ്ങൾക്കൊരു മെസ്സേജ് ഇല്ല. നിങ്ങൾക്ക് തരുള്ള മെസ്സേജ് എന്താണ്? അത് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടവരാണ്. അപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി എന്ത് ചെയ്യണം? ഹല്ലേലൂയ, ഒരുങ്ങി നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. അതാണ് അവിടെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഉപദേശം എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ആരാണ്? അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? സകലത്തിൻ്റെയും അധികാരം ഞാൻ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ റിസറക്ഷൻ്റെ അടുത്ത സന്ദേശം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശു ഒരു റെയിനിങ്, സ്തോത്രം, സേവിയർ, and he is the head of the church. He lives forever. He is the one controlling everything. Hallelujah. He is the one giving us hope and healing and everything. യേശുവാണ്. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്യുന്നു? ഒരിക്കലും പരാജയപ്പെട്ടവനല്ല. പാതാളത്തെയും, സ്തോത്രം, മരണത്തെയും എല്ലാം കീഴടക്കി. യേശു പറയുകയാണ്, I have the keys in my hand. Oh, hallelujah. പരാജയപ്പെട്ടവനല്ല നമ്മുടെ കർത്താവ്. ഒരിക്കലും എൻ്റെ ഒരു സ്നേഹിതൻ, ഒരു കാത്തോലിക് പ്രീസ്റ്റാണ്, പുള്ളി എന്നോട് പറഞ്ഞു, ജീസസ് വാസ് എ ഫെയിലിയർ. ഒരു കത്തോലിക് അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞതാണ്, ജീസസ് വാസ് എ ഫെയിലിയർ. ഞാൻ why are you saying that? പുള്ളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അതുകൊണ്ടല്ലേ അവൻ ക്രൂശിൽ എന്ത് ചെയ്തത്? മരിക്കേണ്ടി വന്നത്. ക്രൂശിൽ കിടന്ന യേശു എന്താണ്? അവന് ഫെയിലിയർ ആയിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നോ, ക്രൂശിൽ കിടന്ന യേശു ജയിക്കുകയായിരുന്നു. ഹല്ലേലൂയ. ക്രൂശിൽ കിടന്ന യേശു ജയാളിയായി തീർന്നു. ഹല്ലേലൂയ. അവൻ എന്ത് ചെയ്തു? മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ്, സ്തോത്രം, അവൻ സ്വർഗത്തിൽ കയറിപ്പോയി. അവൻ പറയുന്നത് എന്താണെന്നറിയാമോ? സകലത്തിൻ്റെയും അധികാരം എനിക്ക് തന്നിരിക്കുന്നു. അപ്പൊ ഈ യേശുവിൻ്റെ അവനെ പിൻപറ്റുന്ന നമ്മൾ ഡിസൈപ്പിൾസ്, we are always victorious in our life. We are victors, not the victims. ഒരുപാട് വിശ്വാസികളും വിക്ടിംസ് എന്നുള്ള അവസ്ഥയിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ ഇരകളാണ്. വിക്ടിം മെന്റാലിറ്റി ആർക്കെങ്കിലും ഉണ്ടെന്ന് ഇപ്പോൾ പകൽക്കാലം മാറ്റണം. കാരണം നമ്മുടെ ലീഡർ ഒരിക്കലും എന്തല്ല, ഒരു വിക്ടിം അല്ല. അവനെ വിക്ടിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ആളുകൾ പരിശ്രമിച്ചത്. അവൻ കംപ്ലൈന്റ് പറയുമെന്നാണ് വിശ്വസിച്ചത്. എന്നാൽ അവിടെ ഒന്നും എന്ത് ചെയ്തില്ല. അവൻ പീലാത്തോസിനോടും ഹെരോദാവിനോടും ഒന്നും ബെഗ് ചെയ്ത് എന്നെ രക്ഷിക്കണമെന്ന് യേശു പറഞ്ഞില്ല. നമ്മൾ വായിച്ചൊരു വാക്ക് എന്താണെന്നറിയാമോ? ഒരു വാക്കും പറയാതെ അവിടെ നിൽക്കുകയാണ് അവന്. കാരണം ഒരു മിണ്ടേണ്ട ആവശ്യമില്ല. ഈസ് എ വിക്ടോറിയസ് ജീസസ്. നമ്മുടെ ലീഡർ ആരാണ്?
ഹി ഈസ് വിക്ടോറിയസ്. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, ഒരിക്കലും പരാജയപ്പെടുകയില്ല. അവൻ്റെ അനുയായികളാകുന്ന ദൈവത്തിൻ്റെ സഭ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല, ഒരിക്കലും പരാജയപ്പെടുകയുമില്ല. അവനെ പിൻപറ്റുന്ന ഒരൊറ്റ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ പോലും പരാജയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല, അങ്ങനെ അവസ്ഥ വരികയുമില്ല. ആമേൻ. ഇത്രയൊക്കെ വിശ്വാസമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഈ റിസറക്ഷൻ നമുക്ക് തരുന്ന വേറൊരു സന്ദേശം എന്താണെന്നറിയാമോ? അങ്ങനെയുള്ള ആളിനെ എന്ത് ചെയ്യണം? ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ ഈ ലോകത്തിലാണെങ്കിലും നമ്മൾ ഈ വോട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവരുടെ ഈ മാനിഫെസ്റ്റോ ഒക്കെ നോക്കുമില്ലേ, ഒക്കെ നോക്കിയിട്ട് നമ്മൾ വോട്ട് ചെയ്യുന്നത്. ഈ പെർട്ടിക്കുലർ പാർട്ടി, ഈ പെർട്ടിക്കുലർ ലീഡർ ഈസ് റിലയബിൾ. നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവരുടെ പോളിസി ഒക്കെ ട്രസ്റ്റ് വർത്തിയാണോ? ഇല്ലേ? എന്നാൽ ഞാൻ പറയട്ടെ, പ്രിയ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്താണ്? പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ കഴിയുന്നവനാണ്. കാരണം എന്താണ്? ഹല്ലേലൂയ, അവൻ ജയാളിയാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, അവൻ്റെ അടുക്കലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യത്തിൻ്റെ സമയത്ത് ധൈര്യത്തോടെ അവൻ്റെ കൃപാസനത്തോട് ഏത് സമയവും നമുക്ക് അടുത്തിയല്ല. എന്താവശ്യങ്ങളുണ്ടെങ്കിലും ഏത് അവസ്ഥയിൽ കൂടെ കടന്നുപോയി കഴിഞ്ഞാലും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നൊരു കാര്യം യേശുവിനില്ല. അതുകൊണ്ട് നമ്മൾ വായിക്കുന്നത്, there is nothing impossible with our God. നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. കാരണം എന്താണ്? അവൻ മരണത്തെയും പാതാളത്തെയും കീഴടക്കിയവനാണ്. ഹല്ലേലൂയ. നിപകൽക്ക് നമ്മുടെ ഭാവിയോർത്ത് വ്യാകുലപ്പെടുന്ന ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് ട്രസ്റ്റ് ചെയ്യുവാൻ കൊള്ളാവുന്ന ഒരു ലീഡറിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ ഭാവി പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു ലീഡറിനെയാണ് നമ്മൾ വിളിക്കുന്നത്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഓർത്തോണം, ദൈവത്തെ പിൻപറ്റുന്ന ഒരൊറ്റ ദൈവത്തിൻ്റെ പൈതൽ പോലും ഒരിക്കൽ പോലും പരാജയപ്പെട്ടതിന് ചരിത്രമുണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് സാധാരണക്കാർ, ഒന്നുമില്ലാത്ത ആൾക്കാരിൽ കൂടെ തുടങ്ങിയ ആ പ്രസ്ഥാനം എന്ത് ചെയ്യുന്നു? കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായിട്ട് ജയത്തോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കലും പരാജയപ്പെടുത്തുവാൻ സാധ്യമല്ല. കാരണം എന്താണ്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, ഇതിനെ നയിക്കുന്നത് ഹല്ലേലൂയ ഒരു സാധാരണ വ്യക്തിയല്ല. സ്തോത്രം. ഇത് മരണത്തെയും പാതാളത്തെയും അധികാരത്തെയും എല്ലാം പിടിച്ചടക്കിയവനാണ്. അവൻ്റെ മുന്നിൽ സകല സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെല്ലാം മടങ്ങും. എന്നിട്ട് എല്ലാവരും ഏറ്റു പറയുന്നത്, യേശു പറയുന്നത് എന്താണ്? യേശു മാത്രം കർത്താവ്. എത്രയോ ആളുകൾ ഈ ലോകത്തുള്ള മറ്റാളുകളെയും ദൈവങ്ങളെയും ഹല്ലേലൂയ ആചാര്യന്മാരെയും ഒക്കെ പിൻപറ്റിയിട്ട് പരാജയപ്പെട്ടു പോയപ്പോൾ യേശുവിനെ പിൻപറ്റി ഒരുത്തരു പോലും സ്തോത്രം നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അവിടെ ജീവൻ അവരെന്ത് ചെയ്തു? വെച്ച് കൊടുക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ പടം കാണുകയായിരുന്നു. ഹല്ലേലൂയ, യോഹന്നാൻ തിളച്ച എണ്ണയിൽ കിടക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ മീനൊക്കെ വറക്കാൻ ഇടുന്നത് പോലെ ഒരു വലിയൊരു കലത്തിനകത്ത് യോഹന്നാൻ ഇറക്കി നിർത്തിയിരിക്കുകയാണ്. ചുറ്റും എന്ത് ചെയ്യുന്നു? എണ്ണ ഇങ്ങനെ തിളച്ച് കിടക്കുകയാണ്. അതിൻ്റെ അടുത്ത് പുള്ളി എന്ത് ചെയ്യുന്നു? നല്ല സ്പാ പുളി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യോഹന്നാനെ പിടിച്ച് പൊരിയുന്ന തിളയ്ക്കുന്ന എണ്ണയിലിട്ടിട്ടും അതിനെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ക്രിസ്തീയ സഭയുടെ ഒരു ഫാദർ ഉണ്ട്, പോളികാർപ്പ്. 86 വയസ്സുള്ള ഒരപ്പച്ചനായിരുന്നു. യോഹന്നാൻ്റെ ഒക്കെ ശിഷ്യനായിരുന്നു. യോഹന്നാൻ കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്മരണ സഭയുടെയൊക്കെ നിയന്ത്രണം ഏറ്റെടുത്ത പോളികാർപ്പിനെ തീ വെക്കാൻ വേണ്ടി ഇത് അഗ്നികുണ്ടത്തിനകത്ത് തീജ്വാലത്തിട്ടു. സംഭവിച്ചെന്നറിയാമോ? ഈ അഗ്നിജ്വാല ഇങ്ങനെ അങ്ങോട്ട് ഉയർന്നിട്ട് ഒരു രഥം പോലെ ഇങ്ങനെ അങ്ങ് നിന്നു. അതിനകത്ത് ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് പട്ടാളക്കാർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പോളികാർപ്പിന് ഒരു പ്രശ്നവും സംഭവിക്കുന്നില്ല. അവസാനം അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി കൊന്നു. അതിനുശേഷം അദ്ദേഹത്തെ കൊല്ലുവാനിടയായി തീർന്നു. അത് ആ തീരുന്നോണ്ട് വിളിച്ചു പറഞ്ഞ എന്താണെന്നറിയാമോ? കഴിഞ്ഞ 86 വർഷങ്ങളായിട്ട് ഞാൻ ഈ കർത്താവിനെ പിന്തുടരുന്നു, ഒരിക്കൽ പോലും എന്നോടൊരു ദോഷവും ചെയ്തിട്ടില്ല. ഹല്ലേലൂയ. എണ്ണയ്ക്കും പൊരിയുന്ന എണ്ണയ്ക്കും തിളയ്ക്കുന്ന എണ്ണയ്ക്കും ഹല്ലേലൂയ ഈ ലോകത്തിലുള്ള ഒരു തീക്കും സ്തോത്രം കർത്താവിൻ്റെ വിശ്വാസത്തെ കെടുത്തുവാൻ കഴിയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? സ്തോത്രം, അവൻ ജയാളിയായതുകൊണ്ടാണ്. താങ്ക് യു ജീസസ്. ആ ഹല്ലേലൂയ റിസറക്ഷനിൽ കൂടെ സംഭവിക്കുന്നത്
അതാണ് സ്തോത്രം. ഞാൻ പെട്ടെന്ന് വാക്ക് നിർത്തട്ടെ. സ്തോത്രം. അപ്പോൾ ഈ റിസറക്ഷൻ സംഭവിച്ചിരിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന 4 കാര്യങ്ങൾ 18 വാക്ക് നിർത്താം. നമ്പർ 1 സ്തോത്രം. 1 പത്രോസ് 1:3, 1 Peter chapter 1 verse 3, the results of resurrection. നോക്കിയേ, ഇവിടെ കാണുന്നത് എന്നറിയാമോ? ഹി ഈസ് ഗിവിംഗ് us a new future, ഒരു പുതിയ ഭാവി. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ റിസറക്ഷൻ സംഭവിച്ചത് എന്താണ്? യേശു പിതാവായ ദൈവത്തെ സ്തോത്രം മരിച്ചവരുടെ യേശു ക്രിസ്തു പുനരുത്ഥാനത്താൽ തന്റെ കരുണാധിക്യ പ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത ഒരു നല്ലൊരു അവകാശത്തിനു വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു? അതെങ്ങനെ സംഭവിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ റിസറക്ഷനിൽ കൂടെയാണ്. വാടിപ്പോകാത്തത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, അവരോ വാടുന്നതും നമ്മൾ വാടാത്ത കിരീടം പ്രാപിക്കും. ഒളിമ്പിക്സ് മനസ്സിൽ വെച്ചുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ അത് പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഒളിമ്പിക്സിൽ ഈ ഓട്ടത്തിനും ചാട്ടം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ പ്രൈസ് കിട്ടത്തില്ലേ? അവർക്ക് കൊടുക്കുന്നത് എന്താണെന്നറിയാമോ? ഒലിവിൻ്റെ ലീവ് വെച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയുന്നത്, ക്രൗണാണ് കൊടുക്കുന്നത്. ഒലിവ് ബ്രാഞ്ചസ് കൊണ്ടുണ്ടാക്കി. 2 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് കരിഞ്ഞു പോകും. അത് നോക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികളോട് പറയും, നോക്കിക്കേ, 2 ദിവസം പോലും അത് നിന്നില്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കൊടുക്കുന്ന ആ വലിയ ക്രൗൺ ഉണ്ടല്ലോ, സ്തോത്രം, അത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശമാണ്. ഹല്ലേലൂയ. ഈ ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ യേശു കൊടുക്കുന്ന എന്ത് ചെയ്യുന്നു? അത് നിത്യമായിട്ടുള്ളതാണ്. സ്തോത്രം. അത് പ്രാപിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്തിൽ നിലനിൽക്കാത്ത കൊച്ചു കാര്യങ്ങളുടെ പുറകെ നടന്ന് നമ്മുടെ ജീവിതം നമ്മൾ നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ എന്ത് ചെയ്യുന്നു? നിലനിൽക്കുന്ന നിത്യമായതിനു വേണ്ടി നമ്മൾ പ്രത്യാശയോടുകൂടെ കാത്തിരിക്കണം. സ്തോത്രം. ഇനി 2ാമത്തെ കാര്യം, റോമാലേഖനം 6-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം. Romans chapter 6 verse 11. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ സ്നാനപ്പെടുമ്പോൾ എന്താണ് അതിൻ്റെ ഉപദേശം? നിങ്ങളെല്ലാം സ്നാനപ്പെട്ടവരാണല്ലേ? അപ്പോൾ ഇത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു കാണുമായിരിക്കും സ്നാനപ്പെടുത്തുന്ന ആള്. എന്താണ് സ്നാനത്തിൻ്റെ ഉപദേശം? വെള്ളത്തിൽ പിടിച്ച് മുക്കുന്നു. എന്തിനായി വെള്ളത്തിൽ പിടിച്ച് മുക്കുന്നേ? അവിടെ നമ്മൾ കാണുന്നത് എന്താണ്? കർത്താവായ യേശു ക്രിസ്തു അടക്കപ്പെട്ടതുപോലെ അതിൻ്റെ സിമ്പലായിട്ട് എന്ത് ചെയ്യുന്നു? പാപസംബന്ധമായി മരിച്ച ഒരു വ്യക്തിയെ വെള്ളത്തിൽ മുക്കുന്നു. അർത്ഥം എന്നറിയാം, ഈസ് ബറീഡ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവനെ വെള്ളത്തിൽ നിന്നും പൂക്കുന്ന സമയത്ത് that symbolizes what? The resurrection of Jesus. അപ്പോൾ സ്നാനപ്പെട്ട് ഒരുവൻ എന്ത് ചെയ്യുന്നു? അവൻ പൂർണ്ണനായിട്ട് അങ്ങ് പരിശുദ്ധനാകുമെന്നല്ല ഇവിടെ കാണുന്നത്. പിന്നെന്ത് ചെയ്യുന്നു? ഹീസ് ഡെഡ് ടു സിൻ. ഹീസ് ഡെഡ് ടു സിൻ. പാപത്തിന് അവനിൽ കർത്തൃത്വം നടത്തുവാൻ കഴിയത്തില്ല. 6:14 നോക്കിയാട്ടെ. Romans chapter 6 verse 14. This is the importance, for sin shall not have dominion over you. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളിൽ എന്തുണ്ട്? പാപത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട്. പക്ഷെ ഡിഫറൻസ് എന്താണെന്നറിയാമോ? അതിന് ഡൊമിനിയൻ ഇല്ല. പാപം നമ്മളെ കൺട്രോൾ ചെയ്യുന്നില്ല. പാപത്തെ നമ്മൾ നിയന്ത്രിക്കുന്നു. എന്നാൽ യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ, നമ്മളെ ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് പാപമില്ലാത്ത ശരീരം അത് നമുക്ക് ലഭിക്കുന്നു. അതിൻ്റെ ഹല്ലേലൂയ വാഗ്ദത്തമാണ് അവിടെ നമുക്ക്. Romans chapter 4:25. നോക്കിയാ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും കണക്കിടുവാനുള്ള അടുത്ത വാക്യം വായിച്ചേ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം മുഖേന നമുക്ക് ലഭിക്കുന്ന അടുത്ത അനുഗ്രഹം എന്താണെന്നറിയാമോ? ജസ്റ്റിഫിക്കേഷൻ. വിശ്വാസത്താലുള്ള നീതീകരണം. കർത്താവ് എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. അവൻ നമ്മളെ അഫേം ചെയ്യുകയാണ്. നാം കർത്താവിൻ്റെ വകയാണ്. ഹല്ലേലൂയ.
നാം ദൈവത്തിൻ്റെ ഹല്ലേലൂയ ആ രാജ്യമാണ്. കർത്താവിന് വേണ്ടി ജീവിക്കുന്നവരാണെന്നുള്ള അഫർമേഷൻ കർത്താവിൻ്റെ റിസറക്ഷനിൽ കൂടെയാണ് നമുക്ക് ലഭിക്കുന്നത്. സ്തോത്രം. ഒരുപാട് ഒന്നുകൂടെ മക്കൾ വായിച്ച് നിർത്താം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 1:3 നോക്കിയാട്ട്. ഹീബ്രു ചാപ്റ്റർ 1:3. കണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹല്ലേലൂയ, അവിടെ പിതാവിൻ്റെ സന്നിധി പോയിട്ട് കർത്താവ് എന്ത് ചെയ്തു? അവിടെ ഇരുന്ന്, ഇല്ലേ? അങ്ങനെ എഴുതിയേക്കുന്നത് വലത്ത് ഭാഗത്ത് ഇരുന്നു. നമ്മളെപ്പോഴാണ് ഇരിക്കുന്നത്? ഇല്ലേ? എല്ലാ ജോലിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊന്ന് ഇരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോയി ഇരിക്കുന്ന സമയത്ത് അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദ വർക്ക് ഈസ് കംപ്ലീറ്റ്. മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ക്രൂശിൽ നമ്മൾ പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. എന്നാൽ ഇത് കഴിഞ്ഞപ്പോൾ പറയുന്നത് എന്താണെന്നറിയാമോ? കംപ്ലീറ്റഡ്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തു? അവൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വിശ്വസിച്ചാൽ മാത്രമല്ല, ഒന്നും ചെയ്യേണ്ട, മറ്റൊന്നും ചെയ്യേണ്ട. എന്നിട്ട് രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് എന്താ പറയുന്നത്? ഹി ഈസ് കംപ്ലീറ്റ് ഇൻ ജീസസ്. ഹല്ലേലൂയ. എത്രയൊക്കെ സന്തോഷമുണ്ട്. നമ്മളിനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, എല്ലാം നമ്മുടെ കർത്താവ് ചെയ്തു. ഹി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഒറ്റ വാക്കോട് വായിച്ച് നമുക്ക് നിർത്താം. 1 കൊരിന്ത്യർ ലേഖനം 6:14 കൂടെ നോക്കിയാട്ടെ. 1 കൊരിന്ത്യർ ചാപ്റ്റർ 6:14. ഹല്ലേലൂയ. നമ്മെയും യേശുവിനെ ഉയർപ്പിച്ചതുപോലെ തന്നെ ശക്തിയാൽ എന്ത് ചെയ്യുന്നു? നമ്മെയും ഉയർപ്പിക്കും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും എന്ത് ചെയ്യുന്നു? കർത്താവിനെ എതിരേൽപ്പാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. ഇതെല്ലാം വിളിച്ചറിയിക്കുന്നതാണ് എന്ത്? റിസറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരുപാട് ക്രിസ്ത്യാനികളും പാവപ്പെട്ട നല്ല ആളുകളൊക്കെ എന്ത് ചെയ്യുന്നു? ഇന്നവരെ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. നല്ല ആഹാരമൊക്കെ കഴിച്ച് ഇറച്ചിയും മീനും എല്ലാം കഴിച്ച് എന്ത് ചെയ്യുന്നു? അവർ സന്തോഷിക്കുകയാണ്. എനിക്കറിയത്തില്ല എത്ര പേർക്ക് ഈ സത്യങ്ങൾ മനസ്സിലാവുന്നുണ്ടെന്ന്. എന്നാൽ ഞാൻ പറയട്ടെ സഹോദരങ്ങളെ, ഹല്ലേലൂയ, പുനരുത്ഥാനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ സന്തോഷമാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ആഴ്ചയും ത്യാഗം സഹിച്ച് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്? ഈ കാര്യത്തിന് വേണ്ടി. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. ഹല്ലേലൂയ, മരിച്ചവരുടെ പുനരുത്ഥാനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഓർത്തോണം, നമ്മളും എന്ത് ചെയ്യും? ഒരു ദിവസം ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ട്, ചില ആളുകളെന്ന് നിത്യജീവനായും നിത്യ സന്തോഷത്തിന് വേണ്ടി. എന്നാൽ മറുവശത്ത് എന്ത് ചെയ്യുന്നു? ചില ആളുകൾ നിത്യ ലജ്ജയ്ക്ക് വേണ്ടി. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കട്ടെ, എല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. ലോകത്തിൽ മരിക്കുന്ന എല്ലാ ആളുകളും ഉയർത്തെഴുന്നേൽക്കും. ചില ആളുകൾ നിത്യ സന്തോഷത്തിലേക്ക് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? നിത്യ ലജ്ജയ്ക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ട ആ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ ഓർത്തോണം, എന്ത് കാര്യത്തിനു വേണ്ടി ഉയർത്തെഴുന്നേൽക്കുവാൻ വേണ്ടിയാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഓരോ ദിവസവും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? അത് നിത്യ സന്തോഷത്തിന് വേണ്ടി, ഹല്ലേലൂയ, നിത്യ സന്തോഷത്തിന് വേണ്ടി അവർ ഉയർത്തെഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് എനിക്കിഷ്ടമുള്ളൊരു വാക്യം, ദാനിയേൽ പ്രവചനത്തെ പ്രവാചകനോട് പറയുകയാണ്, നീയോ ദാനിയേലേ, അവസാനം വരുവോളം പോയിക്കൊള്ളുക, നീ വിശ്രമിച്ച് നിന്റെ കാലാവസാനത്തിൽ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. നമുക്കെല്ലാവരും ദിവസം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രൈസ് ദി ലോർഡ്. ഹൈ പകൽക്കാലം ആരെങ്കിലും കർത്താവ്